വെൽക്കം ബാക്ക് ടു ലീവ് ബൈ IAS ഫാക്ടർ. ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ലൈറ്റ് വെയ്റ്റ് മൾട്ടി റോൾ മിസൈൽസ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ന്യൂസ് ആണ് LMM അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റ് മൾട്ടി റോൾ മിസൈൽസ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ UK പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ UK പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തു. സോ അതിന്റെ ഭാഗമായിട്ട് സൈൻ ചെയ്ത ഡീലിൽ പെടുന്ന ഒരെണ്ണമാണ് എന്ത്, ലൈറ്റ് വെയ്റ്റ് മൾട്ടി റോൾ മിസൈൽസ്. അതായത് ഇന്ത്യ UK നിന്നും LMMs പർച്ചേസ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി യൂസ്ഡ് ഇൻ ലാൻഡ് ആൻഡ് നേവൽ മിഷൻസ് ബട്ട് ഹാസ് ലിമിറ്റഡ് യൂട്ടിലിറ്റി ഇൻ എയർ മിഷൻസ്. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ലാൻഡ് നേവൽ മിഷൻസിൽ സൂപ്പറായിട്ട് യൂസ് ചെയ്യാം LLMs, പക്ഷേ എയർ മിഷൻസിൽ ലിമിറ്റഡ് യൂട്ടിലിറ്റി മാത്രമേ ഉള്ളൂ. അതായത് എയർ മിഷൻസിൽ ഇതിന് യൂസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ലിമിറ്റേഷൻ ഉണ്ട് എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും നമുക്കൊന്ന് ലോജിക്കലി തിങ്ക് ചെയ്ത് നോക്കാം. പേരിൽ തന്നെ കിടപ്പുണ്ട്, ലൈറ്റ് വെയ്റ്റ് മൾട്ടി റോൾ മിസൈലുകളാണ് അല്ലെ, ലൈറ്റ് വെയ്റ്റ് ആണ്. അവിടെ തന്നെ നമുക്ക് ആ പോയിന്റ് എടുക്കാം. ലൈറ്റ് വെയ്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും, ഫൈറ്റർ ജെറ്റുകളിലൊക്കെ കൊണ്ടുപോകുന്നതിന് തടസ്സമില്ല അല്ലേ. അതായത് ലാൻഡ് നേവൽ, അതായത് ആർമിക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാനും നേവിക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാനും ഒക്കെ പറ്റുമെന്നും, പക്ഷേ എയർഫോഴ്സിന് എയർ മിഷൻസിൽ ഇത് പറ്റില്ല എന്നും പറയുമ്പോൾ, അല്ലെങ്കിൽ ലിമിറ്റഡ് യൂട്ടിലിറ്റി ആണെന്ന് പറയുന്നത്, നമ്മൾ ചിന്തിക്കട്ടെ, ലൈറ്റ് വെയ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് ഇതിനെ കൊണ്ടുപോകാനാവില്ല? സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ, ലോജിക്കലി ഈ പാർട്ട്, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, തെറ്റാണ് അല്ലേ. അല്ലെങ്കിൽ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ സ്വാഭാവികമായിട്ടും എന്താ, ഞാൻ ഇതിനെ എലിമിനേറ്റ് ചെയ്തു എന്ന് കരുതുക. അടുത്ത നോക്കാം, LMMs ആർ യൂഷ്വലി സൂപ്പർസോണിക് മിസൈൽസ്. കേട്ടോ, ആ വാക്ക് കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ, എക്സ്ട്രീം കീവേഡ്സ് പോലെ തന്നെയാണ് ജനറലൈസ് ചെയ്യാൻ തരുന്ന കീവേഡ്സും. ഈ യൂഷ്വലി, കോമൺലി, അങ്ങനെയൊക്കെ ജനറലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള വേർഡ്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ്സ് എപ്പോഴും ട്രൂ ആയിട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. മനസ്സിലായില്ലേ? അത് സ്പെസിഫിക് ആക്കാതെ ജനറലൈസ് ചെയ്ത് തരുമ്പോൾ, നമുക്ക് എക്സ്ട്രീം ആക്കുമ്പോൾ നമ്മൾ തെറ്റാണ് എന്ന് കരുതുന്ന പോലെ തന്നെ ജനറലൈസ് ചെയ്യുമ്പോൾ യൂഷ്വലി, കോമൺലി, പ്രൈമർലി എന്നൊക്കെ പറഞ്ഞ് തരുമ്പോൾ ജനറലൈസ് ചെയ്യുക. അങ്ങനെ തരുന്ന സാഹചര്യങ്ങൾ നമുക്ക് ശരിയാണെന്ന് കൺസിഡർ ചെയ്യാം തൽക്കാലത്തേക്ക്. ഇവിടെ എന്താ പറയുക, സൂപ്പർ സോണിക് മിസൈൽസ് ആയിരിക്കും. അതായത് ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ദി വെലോസിറ്റി ഓഫ് സൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആവാം, മിസൈൽ ആണല്ലോ. And third one, LLM benefits from a precision laser beam riding guidance system allowing low collateral damage. അതായത് LLMസിനെ ഗൈഡ് ചെയ്യുന്നത് ഒരു ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള ലേസർ ബീം സിസ്റ്റം ആണെന്ന്. അതായത് ഇതിന്റെ മൂവ്മെന്റ് ഗൈഡ് ചെയ്യുന്നത് ലേസർ സിസ്റ്റത്തിൽ കൂടെയാണ്. അതുവഴി എന്താണ്, കൊളാട്രൽ ഡാമേജ് കുറയ്ക്കാം. സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ സിസ്റ്റംസ് എല്ലാം അങ്ങനെയാണല്ലോ. നമ്മൾ ഏത് ടാർഗറ്റിനെയാണോ ലക്ഷ്യം വെക്കുന്നത് ആ ടാർഗറ്റിൽ മാത്രം ഹിറ്റ് ചെയ്യത്തക്ക രീതിയിലേക്കാണല്ലോ പുതിയ കാലത്തെ എല്ലാ മിസൈൽസും വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ എടുത്ത ഓപ്പറേഷൻ സിന്ദൂറിന്റെ ടൈമിൽ നോക്കുക, നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ടെററിസ്റ്റ് ബേസുകൾ മാത്രം അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്തുള്ള മറ്റ് ഇപ്പം പാകിസ്ഥാൻ ആർമിയുടെ ഒക്കെ ബിൽഡിങ്സ് ഒക്കെ അടുത്തുണ്ട്, സ്കൂളുകൾ അടുത്തുണ്ട്, പള്ളികൾ അടുത്തുണ്ട്. ഇതിനൊന്നിനും ഡാമേജ് വരുത്താതെയാണ് നമ്മളത് കറക്റ്റ് സ്പെസിഫിക് ടാർഗറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ലൈറ്റ് വെയ്റ്റ് മൾട്ടി റോൾ മിസൈൽ എന്ന് പറയുന്നത് എന്തായാലും അതിനേക്കാളും ഒക്കെ അഡ്വാൻസ്ഡ് ആയിരിക്കും. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, 3 ട്രൂ ആയിരിക്കും അല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോജിക്കലി ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ 2 and 3 എന്ന് പറയുന്ന ആൻസറിലേക്കാണ് ലോജിക്കലി നമുക്ക് എത്താൻ പറ്റുക. ഞാൻ പറയുന്ന സ്പെസിഫിക് സാധനം അറിയത്തില്ലെങ്കിലും ലോജിക്കലി നമുക്ക് എത്താൻ പറ്റുന്നത് എവിടേക്കാണ്, 2 and 3 എന്ന് പറയുന്ന ആൻസറിലേക്കാണ്. നോക്കൂ, ഫാക്ട് ബോക്സിലേക്ക് നോക്കി കഴിയുമ്പോൾ വെയിറ്റ് 13 കിലോഗ്രാം ആണ്, റേഞ്ച് 6 കിലോമീറ്ററിനേക്കാളും മുകളിലാണ്, ആൻഡ് വെലോസിറ്റി ഈസ് 1.5 മാക്ക്. 1.5 മാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സോണിക്. അതായത് മാക്ക് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, സൂപ്പർ സോണിക് എന്ന് വിളിക്കാം. കാരണം മാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിന്റെ വെലോസിറ്റിയുമായിട്ടുള്ള കമ്പാരിസൺ ആണ്. അപ്പം ഈക്വൽ ടു 1 ആണെങ്കിൽ ഇറ്റ്സ് വെലോസിറ്റി സെയിം ആസ് ദാറ്റ് ഓഫ് ദി വെലോസിറ്റി ഓഫ് സൗണ്ട്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സൗണ്ടിന്റെ വെലോസിറ്റിയേക്കാളും കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതിനെ ഹൈപ്പർ സോണിക് അല്ല സൂപ്പർ സോണിക് എന്ന് വിളിക്കാം. മാക് നമ്പർ എബോവ് 3 അല്ലെങ്കിൽ എബോവ് 5 ഒക്കെ പോകുമ്പോൾ നമുക്ക് അതിനെ ഹൈപ്പർ സോണിക് എന്ന് വിളിക്കാം. ഓക്കെ, and its flexibility extends from adaptable platform deployment to effective use in land, air and naval missions. ലാൻഡിലായിക്കോട്ടെ, എയറിലായിക്കോട്ടെ, നേവൽ മിഷൻസിലായിക്കോട്ടെ, എവിടെയും ഇതിനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ ഫ്ലെക്സിബിലിറ്റി. സോ ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് 1 is wrong and 2 and 3 are correct.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ഫ്രം എക്കണോമി. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, എ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് എ പ്രീപെയ്ഡ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ എ ബാങ്ക് guaranteeing payment while a check is issued by the account holder. അപ്പം ഡിമാൻഡ് ഡ്രാഫ്റ്റും ചെക്കും എന്താണെന്നൊരു ബേസിക് ഐഡിയ ഉള്ളവർക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് പറയാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇസ് എ പ്രീപെയ്ഡ് ഇൻസ്ട്രുമെന്റ്. ഒരു പ്രീപെയ്ഡ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് ഒരു പാർട്ടിൽ പറയുന്നു. ആൻഡ് ഇഷ്യൂഡ് ബൈ ദി ബാങ്ക്, ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറയുന്നു. സോ അങ്ങനെ ആവുമ്പോൾ പേയ്മെന്റ് ഗ്യാരണ്ടീഡ് ആയിരിക്കും. വൈൽ എ ചെക്ക് ഈസ് ഇഷ്യൂഡ് ബൈ ദി അക്കൗണ്ട് ഹോൾഡർ. നമുക്ക് ആ ഒരു പാർട്ട് നമുക്ക് എടുക്കാം. ആ ഒരു പാർട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? അതായത് നമുക്ക് ബാങ്കിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, എല്ലാവർക്കും ചെക്ക് ലീഫ് തരും. സോ നമുക്ക് ആർക്കെങ്കിലും പണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെക്കിനകത്ത് എമൗണ്ട് എഴുതി നമ്മൾ ഒപ്പിട്ട് കൊടുക്കും അല്ലേ? അതായത് ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന ആരാ? അക്കൗണ്ട് ഹോൾഡർ ആണ്. ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന അക്കൗണ്ട് ഹോൾഡർ ആണ്. അതായത് സെക്കൻഡ് പാർട്ട് ട്രൂ ആണ്. അപ്പൊ ചെക്കിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം വേണമല്ലോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ DD എന്ന് പറയുന്നതിന്. സ്വാഭാവികമായിട്ടും അത് ഇഷ്യൂ ചെയ്യുന്ന ആരായിരിക്കും? ഒരു ബാങ്ക് ആയിരിക്കും. ചെക്കിന്റെയും ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെയും പ്രധാന വ്യത്യാസം അതാണ്. ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു ചെക്ക് എഴുതി ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണ്. ആ വ്യക്തി ഞാൻ എഴുതി കൊടുത്ത് ഒപ്പിട്ട് കൊടുത്ത ചെക്ക് അയാളുടെ ബാങ്കിൽ കൊടുത്ത് മാറ്റുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ അന്നേരം അയാൾക്ക് ചെക്ക് ക്ലിയർ ചെയ്യുമ്പോൾ പൈസ കിട്ടും. എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിലോ ചെക്ക് ബൗൺസ് ആയതായിട്ട് പറയപ്പെടും. അപ്പം അങ്ങനെ അൺസർട്ടനിറ്റി അവിടെ ഉണ്ട്. അതേസമയം ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ കാര്യത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. കാരണം എന്താ, എനിക്കൊരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ബാങ്കിൽ കൊണ്ട് പൈസ അടയ്ക്കണം. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? പ്രീപെയ്ഡ് ഇൻസ്ട്രുമെന്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ പൈസ അടച്ചു കഴിയുമ്പോൾ ആ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന സാധനമാണ് എന്ത്? ഡിമാൻഡ് ഡ്രാഫ്റ്റ്. നാളെ ഞാൻ ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് മറ്റൊരാൾക്ക് കൈമാറി എന്ന് കരുതുക. അയാൾ ബാങ്കിൽ കൊടുക്കുമ്പോൾ അയാൾക്ക് അന്നേരം തന്നെ പേയ്മെന്റ് കിട്ടും. കാരണം എന്താ, ഞാൻ ഓൾറെഡി ഈ ബാങ്കിൽ പൈസ അടച്ചാണ് ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അവിടുന്ന് ഇഷ്യൂ ചെയ്ത് മേടിച്ചിരിക്കുന്നത്. ഇതാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെയും ചെക്കിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. സോ ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നോക്കൂ. ചെക്സ് ഇൻ ഇന്ത്യ ആർ കറന്റ്ലി ബീങ് ക്ലിയർഡ് ആഫ്റ്റർ 2 ബിസിനസ് ഡേയ്സ്. നിലവിലെ ഇന്ത്യയിലെ ചെക്കുകൾ ക്ലിയർ ചെയ്യുന്ന 2 ബിസിനസ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ്. സ്വാഭാവികമായിട്ടും പത്രം വായിക്കുന്ന എല്ലാവർക്കും അറിയാം ദിസ് ഈസ് റോങ്. എന്തുകൊണ്ട് റോങ് ആയി എന്ന് വെച്ചാൽ അതാണ് അവിടുത്തെ കറണ്ട് അഫയേഴ്സ്. അതായത് RBIയുടെ പുതിയ തീരുമാനപ്രകാരം ഒക്ടോബർ തുടക്കം മുതൽ എന്താണ് ഇന്ത്യയിൽ? റിയൽ ടൈം ചെക്ക് സെറ്റിൽമെന്റ് ആണ്. റിയൽ ടൈം സെറ്റിൽമെന്റ് ആ ചെക്കിന്റെ. അതായത് നിങ്ങൾ ചെക്ക് കൊണ്ട് കൊടുത്താൽ 3 മണിക്കൂറിനുള്ളിൽ അത് ക്ലിയർ ചെയ്ത് കിട്ടപ്പെടും. മാക്സിമം പറയുന്നത് മാക്സിമം 3 മണിക്കൂറിനുള്ളിൽ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കിട്ടും. അതായത് റിയൽ ടൈം അതാത് ദിവസം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ എന്ത് നടക്കുന്നത്? ചെക്കിന്റെ ക്ലിയറൻസ് നടക്കുന്നത്. പണ്ട് കാലത്ത് ഇത് ബാച്ച് ക്ലിയറൻസ് ആയിരുന്നു. പണ്ട് കാലത്ത് എന്തായിരുന്നു? ബാച്ച് ക്ലിയറൻസ്. അതായത് ഒരു ദിവസത്തെ ഫുൾ ചെക്കുകൾ കളക്ട് ചെയ്യും, എന്നിട്ട് അത് പിന്നീടാണ് ക്ലിയർ ചെയ്യപ്പെടുന്നത്. ഇപ്പൊ അങ്ങനല്ല, ആര് ചെക്ക് കൊണ്ട് കൊടുക്കുന്നു അന്നേരം ക്ലിയർ ചെയ്യപ്പെടുന്ന സംവിധാനമാണ്. സോ ദാറ്റ് മീൻസ് ഓൺലി 1 ഈസ് കറക്റ്റ്. RBI ഒക്ടോബർ 4 മുതലാണ് കണ്ടിന്യൂസ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെക്കിന്റെ ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ ബേസിക് വ്യത്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം UPSC കോമൺ ആയിട്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ചോദ്യം എക്കണോമി ഏരിയയിൽ നിന്നും ചോദിക്കുന്ന ഒരു സ്പെസിഫിക് കൈൻഡിന് എക്സാമ്പിളാണ്. ഞാൻ നേരത്തെ എപ്പിസോഡുകളിൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. അതായത് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴും കറണ്ട് അഫെയറും 2 അതിന്റെ നോർമൽ സ്റ്റാറ്റിക് ടോപ്പിക്സും ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ ജനറലി കണ്ടുവരുന്നതാണ് പറയുന്നത്. ജനറലി ആ കറണ്ട് അഫെയർ സ്റ്റേറ്റ്മെന്റ് റോങ് ആക്കാറാണ് പതിവ്. മനസ്സിലായോ? കറണ്ട് അഫെയർ സ്റ്റേറ്റ്മെന്റ് റോങ് ആക്കാറാണ് പതിവ്. ബാക്കി 2ഉം ട്രൂ ആക്കാറാണ് പതിവ്. കാരണം അവിടെ UPSC ആവശ്യപ്പെടുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ആ സ്റ്റാറ്റിക് പോർഷൻ അറിയാവോ ഇല്ലയോ എന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ആ കറണ്ട് അഫെയർ ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് ഒരു മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് വരികയും ബാക്കി 2 സ്റ്റാറ്റിക് പോർഷൻസിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കറണ്ട് അഫെയർ തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ പാറ്റേൺ കാണാനൊക്കും. അത് ഞാൻ എക്സ്ട്രാ ഒരു അഡ്വാൻറ്റേജിന് വേണ്ടിയാണ് പറയുന്നത്. ഇപ്പം ചിലരിങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗവും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാം. ഇവിടെ അത് തന്നെയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കറണ്ട് അഫെയർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് പോർഷൻ ആണ്. അപ്പൊ കറണ്ട് അഫെയർ തെറ്റുന്നു. നെക്സ്റ്റ് വൺ നോക്കൂ.
Consider the following statements. The draft electricity bill to 2025 proposes an electricity council to be established by the union government with the prime minister as the chairperson. Prime minister chairperson ആയിക്കൊണ്ട് ഒരു ഇലക്ട്രിസിറ്റി കൗൺസിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഈ ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇലക്ട്രിസിറ്റി കൗൺസിലിനെ കുറിച്ച്. സോ ഇവിടുത്തെ തെറ്റാനുള്ള ഒരേ ഒരു സാധ്യതയേ ഉള്ളൂ, പ്രൈം മിനിസ്റ്റർ ആണോ ചെയർപേഴ്സൺ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഒറ്റ തെറ്റാനുള്ള സ്കോപ്പേ ആ സ്റ്റേറ്റ്മെന്റിലുള്ളൂ. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി കൗൺസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൗൺസിലുകളാണ് കൊണ്ടുവരുന്നത്. അതായത് ഒരു നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു GST കൗൺസിൽ കൊണ്ടുവന്നു. ഇതിനേക്കാളും വലിയൊരു കൗൺസിലല്ലേ GST കൗൺസിൽ? കാരണം രാജ്യത്തിന്റെ ടാക്സിനെ തീരുമാനിക്കുന്ന, ഇൻഡയറക്റ്റ് ടാക്സിനെ തീരുമാനിക്കുന്ന വലിയ കൗൺസിൽ വന്നിട്ട് അതിന്റെ ചെയർപേഴ്സൺ ആരാ? ഫിനാൻസ് മിനിസ്റ്ററാ, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. അപ്പോൾ ആണോ അതിലും താഴെ നിൽക്കുന്ന ഒരു ഇലക്ട്രിസിറ്റി കൗൺസിൽ വരുമ്പോൾ പ്രൈം മിനിസ്റ്റർ എന്തായാലും ഉണ്ടാവുമോ? ഇല്ല. മനസ്സിലായില്ലേ? എന്തായാലും പ്രൈം മിനിസ്റ്റർ വരത്തില്ല എന്നുള്ള ലോജിക്ക് നിങ്ങൾ പ്രയോഗിച്ചാൽ മാത്രം മതി, അത് തെറ്റും. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ഇലക്ട്രിസിറ്റി ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി സ്റ്റേറ്റ് ലിസ്റ്റ് ഓഫ് ദി 7th ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ അല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതറിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളുടെ കംപ്ലൈന്റ് ആണ്. നമ്മൾ സ്റ്റാറ്റിക് പോർഷൻ പഠിക്കുന്നതിനകത്തെ കുഴപ്പമാണ്. ഇവിടെ ഗസ്സിന് സ്കോപ്പ് കുറവാണ്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, സ്കോപ്പ് കുറവാണ്. എന്നിരുന്നാലും ലിസ്റ്റുകളിലെ മേജർ ടോപ്പിക്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ഇത് സ്റ്റേറ്റ് ലിസ്റ്റ് അല്ല, പകരം എന്ത് ലിസ്റ്റാണ്? കൺകറന്റ് ലിസ്റ്റിലാണ് എന്ത് ഇലക്ട്രിസിറ്റി പെടുക. സോ ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് റോങ്, 2 ഈസ് റോങ്. സോ നൈദർ 1 nor 2 എന്ന് പറയുന്നതാണ് അതിന് ഉത്തരം. അതായത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ കിടക്കുന്നതാണ്. സംസ്ഥാനങ്ങൾക്ക് വലിയ റോൾ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലുണ്ട്. പക്ഷെ അതിനൊക്കെ മുകളിലേക്ക് GST കൗൺസിലിന് തുല്യമായിട്ട് ഒരു ഇലക്ട്രിസിറ്റി കൗൺസിൽ കൊണ്ടുവരാനായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ചെയർപേഴ്സണായിട്ട് കൊണ്ടുവരിക. കേന്ദ്രത്തിൽ പവർ മിനിസ്ട്രി ഡീൽ ചെയ്യുന്ന മിനിസ്റ്റർ ആരാണോ അദ്ദേഹമായിരിക്കും കേന്ദ്രത്തിലെ ചെയർപേഴ്സൺ. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എല്ലാ ഇലക്ട്രിസിറ്റി മന്ത്രിമാരും ഇതിൽ മെമ്പർമാരായിരിക്കും. കൺവീനറായിട്ട് വരിക കേന്ദ്രത്തിലെ പവർ മിനിസ്ട്രിയുടെ സെക്രട്ടറി ആരാണോ അദ്ദേഹമാണ് കൺവീനറായിട്ട് വരിക. അപ്പം ഇങ്ങനെ മൊത്തത്തിൽ കൺകറന്റ് ലിസ്റ്റിൽ കിടക്കുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റിന് മുകളിൽ വലിയൊരു GST കൗൺസിൽ പോലെ ഒരു സെൻട്രലൈസിങ് ടെൻഡൻസി കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു കൗൺസിലാണ് ഇപ്പോഴത്തെ ഡ്രാഫ്റ്റിൽ വന്നിരിക്കുന്നത്. ഇതിനെതിരെ പല സംസ്ഥാനങ്ങളും ശബ്ദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. സ്റ്റിൽ നമുക്ക് പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട കാരണം ഇലക്ട്രിസിറ്റി കൺകറന്റ് ലിസ്റ്റിലാണ് എന്നുള്ളതാണ്. How many of the following pairs are incorrectly matched എന്നാണ് ചോദ്യം. ഇൻകറക്ട്ലി മാച്ച്ഡ് ആണ് എപ്പോഴും ചോദ്യത്തിൽ, അത് ശ്രദ്ധിക്കുക. കറക്റ്റ്ലി ഇൻകറക്റ്റ്ലി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ അങ്ങ് വരച്ചിട്ടേക്കുക. അപ്പം നമ്മുടെ മനസ്സിൽ ഐഡിയ കിട്ടും. ഓക്കെ, അതായത് നിലവിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ നടക്കുന്ന സ്ഥലങ്ങളും അതായത് രാജ്യങ്ങളുടെ പേരുകളുമാണ് പേരുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് ഖാൻ യൂനിസ് അഫ്ഗാനിസ്ഥാൻ, രണ്ടാമത് പാക്ടിക്ക പാലസ്തീൻ, 3 അന്റനാനാരിവോ മഡഗാസ്കർ, 4 ജൂബ സൗത്ത് സുഡാൻ. ഓക്കെ, ഇതിനകത്ത് 2 പേരുകൾ നിങ്ങൾക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഖാൻ യൂനിസ് നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുന്നവരാ. ഖാൻ യൂനിസ് എന്ന് പറയുന്നത് എവിടെയാണ്? ഖാൻ യൂനിസ് ഏതായാലും അഫ്ഗാനിസ്ഥാനിലല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു നോർമൽ പത്രം വായിക്കുന്ന ആസ്പിരന് അദ്ദേഹത്തിന് അറിയാം, ഇത് പാലസ്തീനിലാണ്. ഖാൻ യൂനിസ് എന്ന് പറയുന്നത് പാലസ്തീനിലാണെന്ന് നോർമലി പത്രം വായിക്കുന്നവർക്ക് അറിയാം. ഇന്നലെയോ മിനിങ്ങാന്നോ പത്രം വായിച്ചിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്നലത്തെ പത്രം വായിച്ചിട്ടുള്ളവർക്കറിയാം പാക്ടിക്ക എന്ന് പറയുന്നത് എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലാണ്. കാരണം എന്താ? അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും കൂടെ തമ്മിൽ ചെറിയൊരു ഒരു കശപിശയൊക്കെ ബോർഡറിലുണ്ടായി അല്ലേ? ചെറിയൊരു യുദ്ധസമാനമായ സാഹചര്യം ബോർഡറിലുണ്ടായി. ഉണ്ടായ ഏരിയകളിലൊന്നാണ് പാക്ടിക്ക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതൊരു പ്രശ്നബാധിത പ്രദേശമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ആൻഡ് ബാക്കി 2 എണ്ണം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അറിഞ്ഞു വെക്കുക. കാരണം മഡഗാസ്കറിൽ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ അൺറസ്റ്റ് നടക്കുന്നുണ്ട്. സോ മഡഗാസ്കറിന്റെ ക്യാപിറ്റലാണ് അന്റനാനാരിവോ എന്ന് പറയുന്നത്. ആൻഡ് സൗത്ത് സുഡാനിൽ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന സിവിൽ വാർ അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ അൺറസ്റ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ്. സൗത്ത് സുഡാന്റെ ക്യാപിറ്റലാണ് എന്ത്? ജൂബ എന്ന് പറയുന്നത്. സോ only 2 pairs are incorrectly matched. ആദ്യത്തെ 2 എണ്ണം തെറ്റാണ്, 3ഉം 4ഉം ശരിയായിട്ട് മാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഖാൻ യൂനിസ് എന്ന് പറയുന്നത് ഗാസ സ്ട്രിപ്പിലുള്ള സ്ഥലമാണ്. ആൻഡ് പാക്ടിക്ക എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാന്റെ ഈസ്റ്റേൺ പാർട്ടിലുള്ള ഒരു പ്രൊവിൻസ് ആണ്.
ആൻഡ് വീണ്ടും എക്കണോമിയിലേക്ക് വരുന്നു. വാട്ട് ഈസ് ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ലോഞ്ചിങ് യൂണിഫൈഡ് മാർക്കറ്റ്സ് ഇന്റർഫേസ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു റിസർവ് ബാങ്കിന്റെ ഇവോൾവിംഗ് റോളിനെ കുറിച്ച് മെയിൻസിൽ ഒരു ചോദ്യം വരാം. അതേപോലൊക്കെ റിസർവ് ബാങ്ക് നമുക്ക് പ്രിലിംസിലേക്ക് ഇട്ടുതരുന്ന ഒരുപാട് സ്കോപ്പുകളുണ്ട്. മനസ്സിലായില്ലേ? അതിൽപ്പെടുന്ന പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ ഇന്റർവെൻഷൻ ആണ് ഈ പറയുന്ന യൂണിഫൈഡ് മാർക്കറ്റ്സ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. അത് എന്താണ്? ബേസിക് കാര്യമോ ചോദിച്ചേക്ക് എന്താണ്? അത് നോക്കൂ. ടു പ്രൊവൈഡ് എ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം ഫോർ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ടു ബൈ ആൻഡ് സെൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് എന്ന് പറയുന്നു. നമുക്കറിയാം എന്താണ് അതല്ല. കാരണം എന്താ? നമുക്കതിന് റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം എന്നും പറഞ്ഞിട്ട് സ്കീമുണ്ട് അല്ലേ? റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം എന്നും പറഞ്ഞ സ്കീമും ഉണ്ട്. ഈ കുബേർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ട്. അപ്പൊ അതല്ല, ഒന്ന് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. രണ്ടാമത്, ടു ക്രിയേറ്റ് എ സിംഗിൾ വിൻഡോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ദാറ്റ് എനേബിൾസ് ലെൻഡേഴ്സ് ടു ആക്സസ് വേരിഫൈഡ് ഫിനാൻഷ്യൽ ഡേറ്റ ഓഫ് ബോറോവേഴ്സ് ഫ്രം വേരിയസ് സോഴ്സസ് വിത്ത് എക്സ്പ്ലിസിറ്റ് കൺസെന്റ്. കൺസെന്റോട് കൂടിയിട്ട് ലെൻഡേഴ്സിന്റെ ഡേറ്റ ലെൻഡേഴ്സിന് ബോറോവേഴ്സിന്റെ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സംരംഭം അല്ലെങ്കിൽ സംവിധാനം എന്ന് പറയുന്നു. ഇവിടെ എന്താ? യൂണിഫൈഡ് മാർക്കറ്റ്സ് ഇന്റർഫേസ് എന്നാ പേര്. അപ്പൊ എന്തായാലും ഇവിടെ അങ്ങനെ ഒരു സാധനം വരാനുള്ള ചാൻസ് കുറവാണ്. അതായത് ലെൻഡേഴ്സ് ബോറോവേഴ്സ് അങ്ങനത്തെ സാധനം വരാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല നമ്മൾ ഓൾറെഡി RBIയിൽ നിന്നും യൂണിഫൈഡ് ലെൻഡിങ് ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു പേര് കേട്ടിട്ടുണ്ട്. അവിടെ ഇതാണ് എന്ന് നമ്മൾ മുന്നിലത്തെ എപ്പിസോഡുകളിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓപ്ഷൻ ബിയും ഒഴിവാക്കാം അല്ലേ? ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? യൂണിഫൈഡ് ലെൻഡിങ് ഇന്റർഫേസിന്റെ ആ ഒരു ഒബ്ജക്റ്റീവാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി, ടു ടോക്കണൈസ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് സെറ്റിൽമെന്റ്സ് യൂസിങ് ഹോൾസെയിൽ CBDC. അപ്പൊ ഫിനാൻഷ്യൽ അസറ്റ് ടോക്കണൈസ് ചെയ്യുകയും CBDC യൂസ് ചെയ്ത് സെറ്റിൽമെന്റ് നടത്തുകയും ഹോൾസെയിൽ CBDC യൂസ് ചെയ്ത് സെറ്റിൽമെന്റ് നടത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അത് നമ്മൾ ഇതുവരെ അങ്ങനെ കേൾക്കാത്ത ഒരു സാധനം. അതവിടെ ഇരിക്കട്ടെ. ഓപ്ഷൻ ഡിയിലേക്ക് വരൂ. To establish real-time instant payment system for retail customers enabling person-to-person transactions using mobile device. എന്താ ഇത്? നമ്മുടെ UPI അല്ലേ? UPI കുറിച്ച് പറയുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഡി. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. അതായത് യൂണിഫൈഡ് മാർക്കറ്റ്സ് ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് ടോക്കണൈസേഷനാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള റിയൽ വേൾഡ് അസറ്റിനെ ഡിജിറ്റൽ ടോക്കൺസ് ആക്കി മാറ്റുന്നു. ഇവിടെ ബ്ലോക്ക് ചെയിനിൽ നമ്മുടെ കയ്യിലുള്ള യഥാർത്ഥ അസറ്റ്സിനെ എന്താക്കി മാറ്റുന്നു? ഡിജിറ്റൽ ടോക്കൺസ് ആക്കി മാറ്റുന്നു. എന്തിനായി ഡിജിറ്റൽ ടോക്കൺസ് ആക്കി മാറ്റുന്നത്? പെട്ടെന്ന് സെറ്റിൽമെന്റ് നടത്താനായിട്ടും പെട്ടെന്ന് ട്രാൻസാക്ഷൻ നടത്താനായിട്ടുമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഒരു ബാങ്കിൽ പോയി FD ഇട്ടു എന്ന് നിങ്ങൾ കരുതുക. എക്സാമ്പിളാണ് പറയുന്നത്. ബാങ്കിൽ പോയി FD ഇട്ടു. ബാങ്ക് എനിക്കൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ എഴുതി തന്നു അല്ലേ? എനിക്ക് നാളെ ഇതൊന്ന് ട്രാൻസാക്ട് ചെയ്യണം, മറ്റാർക്കെങ്കിലും കൊടുക്കണം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ എന്താ? കുറേ നൂലാമാലകളുണ്ട്. അതിന് പകരം ഞാൻ എന്തെടുക്കും? എൻ്റെ ഈ FD ആ കിട്ടിയ സർട്ടിഫിക്കറ്റിനെ ഞാനൊരു ഡിജിറ്റൽ ടോക്കൺ ആക്കി മാറ്റുന്നു. ഡിജിറ്റൽ ടോക്കൺ ആക്കി മാറ്റിയതിന് ശേഷം എന്താണ്? എനിക്കിത് മറ്റാർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാം, എനിക്ക് വിൽക്കാം. അപ്പോൾ അവിടുന്ന് എന്താ? ഹോൾസെയിൽ CBDC യൂസ് ചെയ്ത് സെറ്റിൽമെന്റ് നടത്താം. എന്താ ഈ ഹോൾസെയിൽ CBDC? നമുക്കറിയാം ഡിജിറ്റൽ റുപ്പി അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി രണ്ട് രീതിയിലായി ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഒന്ന് റീറ്റെയിലും ഒന്ന് ഹോൾസെയിലും. ഈ റീറ്റെയിൽ എന്ന് പറയുന്ന ഒരു പൈലറ്റ് പ്രൊജക്ട് പോലൊക്കെ ഇറക്കിയിരിക്കുന്നത്. അതായത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നോർമൽ പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസാക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേഴ്സൺ ടു മെർച്ചന്റ് ട്രാൻസാക്ഷൻ ആയിട്ട് ചെറിയ തുകകൾക്കാണ് റീറ്റെയിൽ CBDC ഇറക്കിയിരിക്കുന്നത്. അതൊരു പൈലറ്റ് ബേസിസിലാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. പക്ഷേ ഹോൾസെയിൽ അങ്ങനല്ല. ഇത് ലാർജ് സമ്മ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, എസ്പെഷ്യലി ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കുകളായിക്കോട്ടെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, അവർക്ക് ലാർജ് സം ഓഫ് മണി, ഡിജിറ്റൽ റുപ്പി ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് ഹോൾസെയിൽ CBDC എന്ന് പറയുന്ന സംരംഭം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം യൂണിഫൈഡ് മാർക്കറ്റ് ഇന്റർഫേസ് കൂടെ ഉദ്ദേശിക്കുന്നത് അസറ്റ്സിനെ ടോക്കണൈസ് ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയിനിലാക്കും. അതിനുശേഷം ഈസി ട്രാൻസാക്ഷൻ നടത്താനൊക്കും. അതിന് വേണ്ടിയിട്ടാണ് യൂണിഫൈഡ് മാർക്കറ്റ്സ് ഇന്റർഫേസ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിപ്പോൾ എന്തും ആവാം. നിങ്ങളുടെ കയ്യിലുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റി ആവാം, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളായാലും അതിനെ ടോക്കണൈസ് ചെയ്യുക